ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. മഹാകുംഭമേള വൻ വിജയമായിരുന്നുവെന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ നീതിയുക്തവും ശക്തവുമായ അന്താരാഷ്ട്ര ക്രമം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് റായ്സിന സംഭാഷണത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇടുക്കി പരുന്തുംപാറയിൽ അടക്കമുള്ള ഭൂമി കയ്യേറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. രാജ്യത്തെ ബാങ്കുകൾ പൊതു അവധി ദിനമായ മാർച്ച് 31 തുറന്നു പ്രവർത്തിക്കുമെന്ന് റിസർവ് ബാങ്ക്. കബഡി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതകൾ വെയിൽസിനെയും പുരുഷ ടീം സ്കോട്ട്ലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേള വൻ വിജയമായിരുന്നുവെന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരുമയ്ക്കുള്ള സന്ദേശമാണ് മഹാകുംഭമേള നൽകിയതെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. പുതിയ നേട്ടങ്ങൾക്ക് പ്രചോദനമാകുന്ന ദേശീയ ഉണർവ് മഹാകുംഭമേളയിൽ ദൃശ്യമായതായും ശ്രീ മോദി വ്യക്തമാക്കി. हम सब जानते हैं गंगा जी को धरती पर लाने के लिए एक भगीरथ प्रयास लगा था। वैसा ही महाप्रयास इस महाकुंभ के भव्य आयोजन में भी हमने देखा है। मैंने लाल किले से सबका प्रयास के महत्व पर जोर दिया था। पूरे विश्व ने महाकुंभ के रूप में भारत के विराट स्वरूप के दर्शन किए. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 1 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ആഗോളതലത്തിൽ നീതിയുക്തവും ശക്തവുമായ അന്താരാഷ്ട്ര ക്രമം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശക്തമായ അന്താരാഷ്ട്ര ക്രമത്തിന്റെ അഭാവം ചെറു രാജ്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ റായ്സിന ഡയലോഗിൽ പറഞ്ഞു. We do need an international order, just like we need a domestic order. So, if you need a society in a country, you need an international version of that. And it's not just big countries who will benefit if there is no order. I would argue that any country which will take risks, which will have extreme positions, which would, test the system, will actually use disorder to its advantage. I mean, we've seen in our own neighborhood, you don't have to be a big country to be a risky country. കശ്മീരിൽ പാകിസ്ഥാൻ മുൻപ് നടത്തിയ അധിനിവേശത്തെക്കുറിച്ച് പരാമർശിച്ച ശ്രീ ജയശങ്കർ പരമാധികാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിച്ചു. വിഷയത്തെ ഐക്യരാഷ്ട്രസഭ കൈകാര്യം ചെയ്ത രീതിയെയും അദ്ദേഹം വിമർശിച്ചു. പാക് അധിനിവേശത്തെ രാജ്യങ്ങൾക്കിടയിലെ തർക്കമായാണ് UK, കാനഡ, US തുടങ്ങിയ രാജ്യങ്ങൾ കണ്ടിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ, വിദ്യാഭ്യാസ, കായിക മേഖലകളിൽ 5 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ന്യൂസിലൻഡും. സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട അംഗീകാര കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കം കുറിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഭീകരതയ്ക്കും വിഘടനവാദത്തിനുമെതിരെ യോജിച്ച് പ്രവർത്തിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. 5 ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യത്തെത്തിയ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 10ാമത് റായ്സിന ഡയലോഗിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹം നിർവഹിച്ചു. രാജ്യത്തെ വ്യവസായ പ്രമുഖരുമായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തും. ഇടുക്കി പരുന്തുംപാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വൻകിട ഭൂമി കയ്യേറ്റ വിഷയങ്ങളിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. ഭൂമി കയ്യേറ്റ പ്രശ്നങ്ങൾ മലയോര ജനതയിൽ സൃഷ്ടിക്കുന്ന ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് മാത്യു കുഴൽനാടനാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മറുപടി നൽകി. കയ്യേറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ഭൂമി കയ്യേറ്റങ്ങൾക്ക് ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാക്കൌട്ട് പ്രസംഗത്തിൽ ആരോപിച്ചു. സംസ്ഥാനത്ത് നിലവിൽ ട്രഷറി നിയന്ത്രണമില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 25 ലക്ഷത്തിന് മുകളിലുള്ള ചെക്കുകൾ മാറുന്നതിന് നേരത്തെ ഏർപ്പെടുത്തിയ നിയന്ത്രണം മാത്രമാണ് നിലവിലുള്ളതെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കേരളത്തിന്റെ മനുഷ്യവിഭവശേഷി സംസ്ഥാനത്ത് തന്നെ പ്രയോജനപ്പെടുത്താൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചതായി അദ്ദേഹം അറിയിച്ചു.
സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പീഡനവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൊഴി കൊടുക്കാൻ താൽപര്യമില്ലാത്തവരെ നിർബന്ധിക്കരുതെന്ന് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ ടീമിന്റെ നോട്ടീസ് ലഭിച്ചവർക്ക് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരായി മൊഴി നൽകാമെന്നും താൽപര്യമില്ലെങ്കിൽ അക്കാര്യം മജിസ്ട്രേറ്റ് കോടതിയെ അറിയിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ പേരിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്താമെന്നും ഹൈക്കോടതി അറിയിച്ചു. മൊഴി നൽകാൻ നിർബന്ധിക്കുന്നുവെന്ന പരാതി ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 മാസത്തിലേറെയായി കുടുങ്ങിക്കിടക്കുന്ന ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ക്രാഫ്റ്റിലാണ് ഇരുവരെയും തിരികെ എത്തിക്കുന്നത്. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 10:15 ആരംഭിച്ച അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കി 10:35 പേടകം ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. 17 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:27 4 യാത്രികരുമായി പേടകം ഭൂമിയിലെത്തും. ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ജൂൺ മുതൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയത്. ആധാർ തിരിച്ചറിയൽ നമ്പർ വോട്ടർ ഐഡിയുമായി ബന്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരും. ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികൾ, നിയമനിർമ്മാണ വകുപ്പ് ഉദ്യോഗസ്ഥർ, UIDAI മേധാവി എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് സംബന്ധമായ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്വീകരിച്ചിട്ടുള്ള വിവിധ നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്യും. അടുത്ത 3 മാസത്തിനുള്ളിൽ കൃത്രിമ വോട്ടർ ID പ്രശ്നങ്ങൾ പരിഹരിക്കുക, പോളിംഗ് ബൂത്തുകളിലെ തിരക്ക് ലഘൂകരിക്കുക തുടങ്ങിയവയും യോഗം പരിശോധിക്കും. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ മഹൽ മേഖലയിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. മതചിഹ്നങ്ങൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്കെത്തിയത്. ഇരു വിഭാഗങ്ങളും കല്ലേറ് നടത്തുകയും വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. സംഘർഷം നിയന്ത്രിക്കാൻ ചിറ്റ്നിസ് പാർക്കിലും മഹൽ പ്രദേശങ്ങളിലും പോലീസ് ലാത്തിചാർജ് നടത്തുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. അക്രമികളെ കണ്ടെത്താൻ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. തെറ്റായ പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും സമാധാനവും ഐക്യവും നിലനിർത്തണമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹി നിയമസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കായുള്ള 2 ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടി ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം ചെയ്തു. മികച്ച ജനപ്രതിനിധികളാകാൻ ഭരണഘടനയുടെ വ്യവസ്ഥകളെക്കുറിച്ചും സഭയുടെ നടപടിക്രമങ്ങളെക്കുറിച്ചും വിപുലമായ അറിവ് നേടണമെന്ന് MLAമാരോട് ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. MLAമാർ സഭാ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. एक विधानसभा के प्रतिनिधि नहीं है, आप पूरे राज्य का प्रतिनिधित्व करते हैं, तो आपका दृष्टिकोण, आपका विचार, आपका चिंतन पूरे राज्य के विकास के साथ इस राज्य की जनता का विकास और उनकी सामाजिक कल्याण की भी परिवर्तन करने का दायित्व है. നികുതിദായകരുടെ സൌകര്യാർത്ഥം രാജ്യത്തെ ബാങ്കുകൾ പൊതു അവധി ദിനമായ മാർച്ച് 31 തുറന്നു പ്രവർത്തിക്കുമെന്ന് റിസർവ് ബാങ്ക്. കൌണ്ടറുകളിലൂടെയുള്ള പണമിടപാടുകൾ നിലവിലെ സമയപരിധിയിൽ തന്നെ നടക്കും. ഗവൺമെന്റ് പണമിടപാടുകളുമായി ബന്ധപ്പെട്ട വർഷാന്ത കണക്കെടുപ്പുകൾ പൂർത്തീകരിക്കുന്നതിന് ക്രമീകരണം ഒരുക്കിയതായും RBI വ്യക്തമാക്കി. കബഡി ലോകകപ്പ് 2025 ഇന്ന് ഇന്ത്യൻ വനിതകൾ വെയിൽസിനെയും പുരുഷ ടീം സ്കോട്ട്ലൻഡിനെയും നേരിടും. ഇംഗ്ലണ്ടിൽ ഇന്നലെ ആരംഭിച്ച ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്നലെ ഇറ്റലിയെ 64-22 പരാജയപ്പെടുത്തിയിരുന്നു. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് മത്സര ഇനങ്ങളിൽ ബോക്സിംഗ് വീണ്ടും ഉൾപ്പെടുത്താൻ തീരുമാനിച്ച് അന്താരാഷ്ട്ര ഒളിമ്പിക് സമിതി. ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന് പകരമായി വേൾഡ് ബോക്സിംഗിനെ അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഈ തീരുമാനം. വേൾഡ് ബോക്സിംഗ് പ്രസിഡന്റ് ബോറിസ് വാൻഡർ വോസ്റ്റ് തീരുമാനത്തെ സ്വാഗതം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നു. സെൻസസ് 684 പോയിന്റ് നേട്ടത്തിൽ 74,854-ലും നിഫ്റ്റി 211 പോയിന്റ് നേട്ടത്തിൽ 22,720-ലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാകുംഭമേള വൻ വിജയമായിരുന്നുവെന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ നീതിയുക്തവും ശക്തവുമായ അന്താരാഷ്ട്ര ക്രമം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് റൈസിന സംഭാഷണത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇടുക്കി പരുന്തുംപാറയിലടക്കമുള്ള ഭൂമി കയ്യേറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. രാജ്യത്തെ ബാങ്കുകൾ പൊതു അവധി ദിനമായ മാർച്ച് 31 തുറന്ന് പ്രവർത്തിക്കുമെന്ന് റിസർവ് ബാങ്ക്.
കബഡി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതകൾ വെയിൽസിനെയും പുരുഷ ടീം സ്കോട്ട്ലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.